ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. മാർക്കറ്റ് പ്രവണത അനുസരിച്ച് ഓരോ 3 മാസത്തിലും വില പരിഷ്കരണം അദ്ദേഹം ശുപാർശ ചെയ്തു. ഹി റെക്കമെൻഡഡ് പ്രൈസ് റിവിഷൻസ് എവറി 3 months ആസ് പെർ മാർക്കറ്റ് ട്രെൻഡ്സ്. പ്രവണത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രെൻഡ്. മാർക്കറ്റ് പ്രവണത, മാർക്കറ്റ് ട്രെൻഡ്സ്. അനുസരിച്ച്, ആസ് പെർ. ഓരോ 3 മാസത്തിലും, എവറി 3 months. വില പരിഷ്കരണം, പ്രൈസ് റിവിഷൻസ്. ശുപാർശ ചെയ്യുക, റെക്കമെൻഡ്. ശുപാർശ ചെയ്തു, റെക്കമെൻഡഡ്. ഹി റെക്കമെൻഡഡ് പ്രൈസ് റിവിഷൻസ് എവറി 3 months ആസ് പെർ മാർക്കറ്റ് ട്രെൻഡ്സ്. മാർക്കറ്റ് പ്രവണത അനുസരിച്ച് ഓരോ 3 മാസത്തിലും വില പരിഷ്കരണം അദ്ദേഹം ശുപാർശ ചെയ്തു. യാത്രകൾ കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതും സ്വഭാവമാറ്റം വരുത്തുന്നതുമായ അനുഭവമായിരിക്കും. ട്രാവലിംഗ് ക്യാൻ ബി ആൻ എൻറിച്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ. യാത്രകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാവലിംഗ്. കുട്ടികൾ, ചിൽഡ്രൻ. അറിവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ജ്ഞാനം സമ്പാദിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എൻറിച്ച്. സ്വഭാവമാറ്റം വരുത്തുന്നതുമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്ഫോർമേറ്റീവ്. അനുഭവം, എക്സ്പീരിയൻസ്. ട്രാവലിംഗ് ക്യാൻ ബി ആൻ എൻറിച്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ. യാത്രകൾ കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതും സ്വഭാവമാറ്റം വരുത്തുന്നതുമായ അനുഭവമായിരിക്കും. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. ദ മോട്ടീവ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഈസ് യെറ്റ് ടു ബി നോൺ. ആക്രമണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അറ്റാക്ക്. കാരണം, മോട്ടീവ്. ഇതുവരെ അറിവായിട്ടില്ല, യെറ്റ് ടു ബി നോൺ. ദ മോട്ടീവ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഈസ് യെറ്റ് ടു ബി നോൺ. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. കഴിവും പ്രാഗൽഭ്യവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് യുവജനോത്സവം. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്പ്ലേ സ്കിൽസ് ആൻഡ് ടാലൻറ്റ്. കഴിവ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്കിൽ. പ്രാഗൽഭ്യം, ടാലൻറ്റ്. പ്രകടിപ്പിക്കുക, ഡിസ്പ്ലേ. അവസരം, ഓപ്പർച്യൂണിറ്റി. യുവജനോത്സവം, യൂത്ത് ഫെസ്റ്റിവൽ. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്പ്ലേ സ്കിൽസ് ആൻഡ് ടാലൻറ്റ്. കഴിവും പ്രാഗൽഭ്യവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് യുവജനോത്സവം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ. ദി എക്സാക്ട് കോസ് ഓഫ് ഹിസ് ഡെത്ത് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. മരണം, ഡെത്ത്. വ്യക്തമായ കാരണം, എക്സാക്ട് കോസ്. വ്യക്തമാകുക, എസ്റ്റാബ്ലിഷ്. ദി എക്സാക്ട് കോസ് ഓഫ് ഹിസ് ഡെത്ത് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ. പുതിയ സ്ഥലങ്ങളിൽ പോകുവാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് വാർഷിക അവധികൾ. ആനുവൽ വെക്കേഷൻസ് ആർ ദ ഐഡിയൽ ടൈം ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ക്രിയേറ്റ് മെമ്മറീസ് ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. പുതിയ സ്ഥലങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ പ്ലേസസ്. ഒരു സ്ഥലത്തിനെക്കുറിച്ച്, പ്രത്യേകിച്ച് അപരിചിതമായ ഒരു സ്ഥലത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവിടേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. ജീവിതകാലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലൈഫ് ടൈം. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന, ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. ഓർമ്മകൾ, മെമ്മറീസ്. സൃഷ്ടിക്കുക, ക്രിയേറ്റ്. അനുയോജ്യമായ സമയം, ഐഡിയൽ ടൈം. വാർഷിക അവധികൾ, ആനുവൽ വെക്കേഷൻസ്. ആനുവൽ വെക്കേഷൻസ് ആർ ആൻ ഐഡിയൽ ടൈം ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ക്രിയേറ്റ് മെമ്മറീസ് ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. പുതിയ സ്ഥലങ്ങളിൽ പോകുവാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് വാർഷിക അവധികൾ. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പാർട്ടി നേതാവ് അറിയിച്ചു. The party leader announced his resignation from the party's primary membership. പ്രാഥമിക അംഗത്വം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രൈമറി മെമ്പർഷിപ്പ്. രാജിവെക്കുക, റിസൈൻ. അറിയിക്കുക, അനൗൺസ്. The party leader announced his resignation from the party's primary membership. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പാർട്ടി നേതാവ് അറിയിച്ചു. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ അവർ അധിക പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. They will shortly introduce additional activities to entice more passengers. കൂടുതൽ യാത്രക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോർ പാസഞ്ചേഴ്സ്. യാത്രക്കാർ, പാസഞ്ചേഴ്സ്.
ആകർഷിക്കുക, എൻഡൈസ്. അധിക പ്രവർത്തനങ്ങൾ, അഡീഷണൽ ആക്ടിവിറ്റീസ്. അവതരിപ്പിക്കുക, ഇൻട്രൊഡ്യൂസ്. ഉടൻ, ഷോർട്ട്ലി. ദേ വിൽ ഷോർട്ട്ലി ഇൻട്രൊഡ്യൂസ് അഡീഷണൽ ആക്ടിവിറ്റീസ് ടു എൻഡൈസ് മോർ പാസഞ്ചേഴ്സ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ ഇവന്റ് വിറ്റ്നസ് സെലിബ്രിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. പ്രമുഖർ, സെലിബ്രിറ്റീസ്. ചടങ്ങ്, ഇവൻറ്റ്. സാക്ഷ്യം വഹിക്കുക, വിറ്റ്നസ്. സാക്ഷ്യം വഹിച്ചു, വിറ്റ്നസ്ഡ്. ദ ഇവൻറ്റ് വിറ്റ്നസ്ഡ് സെലിബ്രിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിന് ഇന്ന് സമാപനമായി. ടുഡേ മാർക്സ് ദ കൺക്ലൂഷൻ ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ചാപ്റ്റർ ഇൻ ഹിസ് ആക്ടിംഗ് കരിയർ. അഭിനയ ജീവിതം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആക്ടിംഗ് കരിയർ. സുപ്രധാനമായ, സിഗ്നിഫിക്കൻറ്റ്. അധ്യായം, ചാപ്റ്റർ. സമാപനം, കൺക്ലൂഷൻ. ടുഡേ മാർക്സ് ദ കൺക്ലൂഷൻ ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ചാപ്റ്റർ ഇൻ ഹിസ് ആക്ടിംഗ് കരിയർ. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിന് ഇന്ന് സമാപനമായി. അവർ പ്രശസ്ത പിന്നണി ഗായികയാണ്. ഷീ ഈസ് ആൻ അക്ലെയിംഡ് പ്ലേബാക്ക് സിംഗർ. പിന്നണി ഗായിക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേബാക്ക് സിംഗർ. പ്രശസ്തമായ, അക്ലെയിംഡ്. ഷീ ഈസ് ആൻ അക്ലെയിംഡ് പ്ലേബാക്ക് സിംഗർ. അവർ പ്രശസ്ത പിന്നണി ഗായികയാണ്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ദി അക്യൂസ്ഡ് വാസ് അപ്രിഹെൻഡഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. പിടിയിലാകുക, അപ്രിഹെൻഡ്. കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അക്യൂസ്ഡ്. ദി അക്യൂസ്ഡ് വാസ് അപ്രിഹെൻഡഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. യുവജനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദപരവും സമാധാനപരവുമായ രീതിയിൽ കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് മെന്റ് ടു എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ് അമിക്കബിളി. യുവജനോത്സവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂത്ത് ഫെസ്റ്റിവൽ. ഉദ്ദേശിക്കുക, മീൻ. സൗഹൃദവും സമാധാനപരമായ രീതിയിൽ, അമിക്കബിളി. കല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആർട്ട്. സ്നേഹം, ലവ്. കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം, എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ്. കൈമാറ്റം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സ്ചേഞ്ച്. പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ്. പ്രചോദിപ്പിക്കുക, മോട്ടിവേറ്റ്. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് മെന്റ് ടു എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ് അമിക്കബിളി. യുവജനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദപരവും സമാധാനപരവുമായ രീതിയിൽ കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നടൻ്റെ വിയോഗത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. Prominent personalities from various fields have condoled the actor's demise. നടൻ്റെ വിയോഗം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആക്ടേഴ്സ് ഡിമൈസ്. വിവിധ മേഖലകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വേരിയസ് ഫീൽഡ്സ്. പ്രമുഖർ, പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ്. അനുശോചനം രേഖപ്പെടുത്തുക, കണ്ടോൾ. പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ് ഫ്രം വേരിയസ് ഫീൽഡ്സ് ഹാവ് കണ്ടോൾഡ് ദ ആക്ടേഴ്സ് ഡിമൈസ്. നടൻ്റെ വിയോഗത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കഥ അന്വേഷകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും കാഴ്ചക്കാർക്ക് ഒരു പുതിയ അനുഭവവും നൽകുന്നു. ദ സ്റ്റോറി ഡെൽസ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് ഓഫറിംഗ് എ നോവൽ എക്സ്പീരിയൻസ് ഫോർ വ്യൂവേഴ്സ്. കഥ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോറി. അന്വേഷകർ, ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ജീവിതങ്ങൾ, ലൈഫ്സ്. കടന്നു ചെല്ലുക, ഡെൽവ്. കാഴ്ചക്കാർ, വ്യൂവേഴ്സ്. ഒരു പുതിയ അനുഭവം, എ നോവൽ എക്സ്പീരിയൻസ്. നൽകുക, ഓഫർ. ദ സ്റ്റോറി ഡെൽവ്സ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് ഓഫറിംഗ് എ നോവൽ എക്സ്പീരിയൻസ് ഫോർ വ്യൂവേഴ്സ്. കഥ അന്വേഷകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും കാഴ്ചക്കാർക്ക് ഒരു പുതിയ അനുഭവം നൽകുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. ഹിസ് വർക്ക് വാസ് അഡ്മയർഡ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ ബട്ട് അക്രോസ് ദ ഗ്ലോബ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹിസ് വർക്ക്. ലോകമെമ്പാടും, അക്രോസ് ദ ഗ്ലോബ്. പ്രശംസിക്കുക, അഡ്മയർ.
His work was admired not just in India but across the globe. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് വാചകങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാചകങ്ങൾ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.